പടം കുഴപ്പമില്ല, നല്ല മൂവി. സൂപ്പറായിട്ടുണ്ട്. ഷൈജു ഗ്രൂപ്പിന്റെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇപ്പൊ അതിന്റെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് എല്ലാവരും ഒരു കോമഡി കാസ്റ്റ് ആണ്. അപ്പൊ ഒരു ട്രൂ ഔട്ട് ഒരു കോമഡി മൂവി എന്ന് പറയുന്നത് ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഞാനൊരു 5-ലാ 10% ഞാൻ കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് പടം. കണ്ടിറങ്ങിയതാണോ? എങ്ങനെയുണ്ടായിരുന്നു മൂവി? കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. കോമഡി ആയിട്ട്. ഷൈജു ഗ്രൂപ്പിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും ഒരു ത്രൂ ഔട്ട് ഒരു കോമഡി മൂവിയായിരുന്നു. ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 2.5. ഭരതനാട്യം കണ്ടിറങ്ങിയതാണോ? കണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല പടമായിരുന്നു. ഷൈജു ഗ്രൂപ്പിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. മൂവിയുടെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു കോമഡി കാസ്റ്റ് ആണ് എല്ലാവരും. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ ഒരു കോമഡി ത്രൂ ഔട്ട് കോമഡി ആയിട്ടുള്ള ഒരു പടമായിരുന്നു. ആദ്യത്തെ 20 minutes കുറച്ച് ലാഗ് ഉണ്ട്, പക്ഷെ അതിനുശേഷം നല്ല ഒരു മീറ്റർ പിടിച്ചു പോയിട്ടുണ്ട്. നല്ല ഹ്യൂമറസ് ആണ്. ഇപ്പൊ ട്രെയിലറൊക്കെ കാണുമ്പോ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു മെസ് അങ്ങനെയാണ് ഫീൽ ആവണേ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആയിരുന്നോ മൂവിയിൽ? ആക്ച്വലി അങ്ങനെ ഒരു ശ്വാസം മുട്ടലില്ല ശരിക്കും. വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞൊരു ഇതില്ല, പക്ഷെ ഒരു മെയിൻ തീം അതിനകത്താണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പരിപാടി കുഴപ്പമില്ല, രസമുണ്ട്. ഒരു 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5-ൽ ഒരു 3.5 അല്ലെങ്കിൽ 4. എങ്ങനെയുണ്ടായിരുന്നു മൂവി? സിമ്പിൾ ഫീൽ ഗുഡ് മൂവി. രസമുണ്ട്. ഇപ്പൊ മൂവിയുടെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു കോമഡി ചെയ്യണ കാസ്റ്റ് ആണ്. അപ്പൊ മൊത്തത്തിൽ എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു? നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി ഗോയിങ് മൂവിയാണ്. താങ്ക് യു. നല്ല മൂവി ആയിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നു? തമാശയാണ്. ഒരു ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇങ്ങനത്തെ ജീവിതത്തിലുണ്ട്, നല്ല രീതിയിലുള്ള സന്ദേശമുണ്ട്. അപ്പൊ മൂവി ട്രെയിലർ കാണുമ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു മെസ് അല്ല കുറച്ച് ഇഷ്യൂസ് അങ്ങനെയാണ് കാണിക്കണേ. അപ്പൊ എന്തായിരുന്നു? നല്ല പടമാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റും ഫാമിലീസിനൊക്കെ.